ശ്രീ മധു പാട്ട്, പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ചെറിയാൻ തോമസ്, ബഹുമാന്യനായ ഉദ്ഘാടകൻ MLA ശ്രീ റോജി എം ജോൺ, മുൻ MLA ശ്രീ PJ ജോയ്ചേട്ടൻ, DCC ജനറൽ സെക്രട്ടറി KB സാബു, മറ്റ് നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതുവരെ പങ്കെടുത്തതിലെ നാലാമത്തെ മണ്ഡലം കൺവെൻഷനാണ്. ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെ ഇത് സംഘടിപ്പിച്ച ഈ മഞ്ഞപ്രയിലെ UDFൻ്റെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത്രയധികം ആളുകളെ ഒന്നിച്ച് കാണാൻ അവസരം കിട്ടുന്ന വലിയൊരു സൗകര്യം കൂടിയാണ്. ഏകദേശം 66,000-ലധികം വോട്ടർമാരുള്ള ഒരു ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ തുറവൂർ ഡിവിഷൻ. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് 6 മണ്ഡലം കമ്മിറ്റിയുടെ ഏരിയകളിൽ നിന്ന് വരുന്ന 51 വാർഡുകൾ ഉള്ള ഒരു ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. എന്നേക്കാൾ അർഹതയും പ്രവർത്തന പാരമ്പര്യവും ആഗ്രഹവുമുള്ള ഒരുപാട് ആളുകളെക്കാൾ എനിക്ക് പാർട്ടി പരിഗണന തന്നതുകൊണ്ടാണ് എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയത്. അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട്. ജയിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. എന്നോട് കുറേ ആളുകൾ പറഞ്ഞു ഈ ദിവസങ്ങളിൽ ജിൻഡോ പ്രചരണം തുടങ്ങിയിട്ടില്ല, ബോർഡ് വന്നിട്ടില്ല, പോസ്റ്റർ വന്നിട്ടില്ല, അഭ്യർത്ഥന ഇന്നലെ രാത്രി വന്നതെന്ന്. മനഃപൂർവ്വമാണ്. കാരണം ഇന്നലെ 12:15 വരെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാരണം പരമാവധി സമയം സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജില്ലയിലും സംസ്ഥാനമൊക്കെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് നോമിനേഷൻ ഫില്ല് ചെയ്യുക. 2 പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും സമര കേസുകളുണ്ട്. പിന്നെ അത്യാവശ്യം ലോണുകളും ബാധ്യതകളും ഉണ്ട്. ഇതൊക്കെ പൂരിപ്പിക്കാൻ രാത്രി 2:30 വരെ ഉറക്കൊളിച്ചിരുന്ന് പൂരിപ്പിച്ച് മിനിഞ്ഞാന്ന് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഇന്നലെ 12:15 വരെ സത്യം പറഞ്ഞ മനസ്സമാധാനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഫ്ലെക്സും ബോർഡ് അടിക്കാതിരുന്നത്. ഞാനൊരു ഡമ്മിയേയും കൂടി കൊണ്ടുപോയി കൊടുത്തു. കാരണം ഇന്നലെ കടമക്കുടിയിൽ നോമിനേഷൻ തള്ളിപ്പോയപ്പോൾ മറ്റ് തള്ളിപ്പോയ സ്ഥാനാർത്ഥിയേക്കാൾ സങ്കടം എനിക്കുണ്ടായിരുന്നു. നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു ഡിവിഷനിൽ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ നോമിനേഷൻ തള്ളിപ്പോയപ്പോൾ വലിയ സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും ഉറപ്പോടുകൂടി ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോവുക എന്ന് പറഞ്ഞാൽ 2 പ്രശ്നമാണ്. ഒന്ന്, ഈ ചിഹ്നം തന്ന് ഈ പാർട്ടി വിടുമ്പോൾ നമ്മളിലുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ, എൻ്റേതായ കുഴപ്പം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ബാനറും പോസ്റ്ററും ഒക്കെ അവസാനം അടിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ദിവസം വന്നോളും. മഞ്ഞപ്ര എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ വീടാണ്. ഞാൻ ജനിച്ചു വളർന്നൊരു നാടാണ്. എന്നെ അറിയാവുന്നവരാണ് കൂടുതലും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. എന്നെ പരിചയപ്പെടുത്തൽ ഒട്ടും ആവശ്യമില്ലാത്ത നാടാണ് മഞ്ഞപ്ര. താബോർ ഡിവിഷൻ ഞാൻ പഠിച്ച സ്കൂളുള്ള ഡിവിഷനാണ്. എടക്കൊന്ന് പാലിശ്ശേരി ഭാഗത്തുള്ളവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചുള്ളവരുള്ള സ്ഥലം. മലയാറ്റൂരും മഞ്ഞപ്രയും തുറവൂരൊക്കെ എനിക്ക് പരിചയമുള്ളത്. അപ്പം എന്നോട് പലരും ചോദിച്ചു, MLA ആകാനുള്ള ആളല്ലേ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച പാർട്ടി ഒതുക്കിയതല്ലേ എന്ന്. പഞ്ചായത്തിൽ തോറ്റവന് ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടുക എന്ന് വെച്ചാൽ അത് പാർലമെന്റ് MP ആകുന്നേക്കാൾ വലിയ വിലയാണ്. ഇത് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവർക്ക് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ച് തോറ്റപ്പോൾ അത് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായിട്ട് അയ്യമ്പുഴ പഞ്ചായത്തിലെ 10-ാം വാർഡിലെ മനീഷിയർ തീരുമാനിച്ചത് കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയായിരുന്നോ? അല്ല. എൻ്റെ വാർഡിൽ ഞാൻ തോറ്റത് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കുഴപ്പം കൊണ്ട് തന്നെയാണ്. നമ്മളുടെ പ്രവർത്തനത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെ ഞങ്ങൾ പരാജയപ്പെട്ടത്. ആരുടെ ഭാഗത്താ കുഴപ്പമെന്നുള്ളതൊക്കെ മനുഷ്യർ തീരുമാനിക്കട്ടെ. പക്ഷേ കേരളത്തിലെമ്പാടുമുള്ള പഞ്ചായത്ത്, മുനിസിപ്പൽ വാർഡുകളിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ തോറ്റാൽ അത് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണത്തിനുള്ള ഒരു മാൻഡേറ്റ് ആണെന്ന് അവർ വ്യാഖ്യാനിക്കും. അതിന് ഇട കൊടുത്തുകൂടാ. ഈ മഞ്ഞപ്ര പഞ്ചായത്തിൽ മത്സരിക്കുന്ന 14 വാർഡ് സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടെ, പ്രതിപക്ഷമില്ലാതെ UDFന്റെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ഇവിടെ അധികാരത്തിലേൽക്കുന്ന ദിവസം നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയം പറയണം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ജാതി, മതം, സാമ്പത്തിക ശേഷി, സ്ത്രീകളാണെങ്കിൽ ഇവരെ കെട്ടിക്കൊന്ന നാട്ടിലെ ഉൾപ്പെടെ കാര്യം ചെയ്യാൻ പോകുന്നതിന് പകരം ഇവരൊക്കെ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയമാണ് നമ്മൾ പറയേണ്ടത്.
റോജി എം ജോൺ MLA പറഞ്ഞതിൽ നിന്ന് കൂട്ടി ഒന്നും എനിക്ക് പറയാനില്ല. അത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത്. ഓരോ വാർഡിലും നമുക്ക് വേണ്ടി ചായക്കടയിൽ വാദിക്കുന്ന മനുഷ്യരുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വാദിക്കുന്ന മനുഷ്യരുണ്ട്, നമുക്ക് വേണ്ടി പള്ളിമുറ്റത്ത് നിന്ന് വഴക്കൂടുന്ന ആളുകളുണ്ട്, കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ. അവരുടെ തല കുനിയാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ പ്രാവശ്യം മഞ്ഞപ്ര പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്നവരുടെ മുൻപന്തിയിൽ കോൺഗ്രസിന്റെ UDFന്റെ 14 സ്ഥാനാർത്ഥികളും ഉണ്ടാകണമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. കൂട്ടത്തെ പഞ്ചായത്തിലേക്ക് ജയിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഉറപ്പാണ്. മഞ്ഞപ്ര കോൺഗ്രസിന്റെ വലിയ ശക്തി കേന്ദ്രമാണ്. പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ വെറുതെ വെച്ചു കൊടുത്തതാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ജനിച്ചു വളർന്ന എനിക്ക് പരിചയമുള്ള ഒരു നാടാണ്. കോൺഗ്രസ്സുകാർ വെറുതെ CPMകാരോട് നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തതിന്റെ പേരിൽ 5 വർഷക്കാലം നമ്മൾ കവലകളിൽ ഇരുന്ന് അവരെ കുറ്റം പറഞ്ഞ് കടന്നു പോയാൽ പോരാ. ഈ ഡിസംബർ 9-ാം തീയതിക്കുള്ളിൽ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഭരിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 5 കൊല്ലക്കാലം കവലകളിൽ ഇരുന്ന് CPMകാരെ കുറ്റം പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടും. അതിനിട വന്നുകൂടാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് 6 ബ്ലോക്ക് ഡിവിഷനിൽ 6 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും എൻ്റെ ഡിവിഷനിൽ വരുന്നത് മഞ്ഞപ്രയാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ എളുപ്പമാണ്. മഞ്ഞപ്ര പഞ്ചായത്ത് മുഴുവൻ എന്ന് പറയാം. 1-ാം വാർഡിൽ